Sat Shri Akal और Vanakkam to Let's Dance Season 2. ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ലെറ്റ്സ് ഡാൻസ് സീസൺ 2-ന്റെ മൂന്നാമത്തെ ലെവലിന്റെ ലാസ്റ്റ് എപ്പിസോഡാണ് ആൻഡ് ലാസ്റ്റ് പെർഫോമൻസും ആണ്, അങ്ങനെയും പറയാം. ബിക്കോസ് നമുക്കിനി ഒരു കണ്ടസ്റ്റന്റ് മാത്രമേ ഉള്ളൂ പെർഫോം ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് ഹാർട്ട്സ് ആർ ബീറ്റിംഗ് ഫാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്കുള്ളത് എലിമിനേഷൻ റൗണ്ട് ആണ്. ആൻഡ് ഇപ്രാവശ്യം എലിമിനേഷൻ സീരിയസ്ലി ഉണ്ടാവും. ദർ ഇസ് നോ സെക്കൻഡ് ചാൻസ്, നോ എക്സ്ക്യൂസ്. ആൻഡ് ഐ നോ ഈ ഒരു ടെൻഷൻ സമയമാണ് എല്ലാവർക്കും, എസ്പെഷ്യലി ജഡ്ജസ് ആൻഡ് കണ്ടസ്റ്റൻസ് ആസ് വെൽ. പക്ഷേ ദ ഷോ ഹാസ് ടു ഗോ ഓൺ അല്ലേ? അപ്പോൾ ഒരിക്കൽ കൂടി ലെറ്റ്സ് ഡാൻസ് സീസൺ 2-ലേക്ക് സ്വാഗതം. ഈഗർലി വെയിറ്റിംഗ് ജഡ്ജസിനെ നമുക്ക് സ്വാഗതം ചെയ്താലോ? വെൽക്കം റോമിയോ ജൂലിയറ്റ്, ലൈല മജ്നു ആൻഡ് നമ്മുടെ ചീഫ് ജഡ്ജ് ശാന്തി മാസ്റ്റർ. വെൽക്കം ജഡ്ജസ്. ശാന്തി മാസ്റ്റർ, ഇന്ന് തേർഡ് ലെവലിന്റെ അവസാനത്തെ ഒരു റൗണ്ട് ആണ് ആൻഡ് അത് കഴിഞ്ഞിട്ട് എലിമിനേഷൻ ആണ്. ഓഫ് കോഴ്സ് എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ടെൻസ്ഡ് ആണ്, ആസ് വെൽ ആസ് നമ്മുടെ കണ്ടസ്റ്റൻസ്. എനിത്തിങ് ടു സേ? എനിക്ക് ടെൻഷനില്ല, സങ്കടമുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ ഓൾറെഡി ഒരു ലെവലിൽ എലിമിനേഷൻ ഒഴിവാക്കിയതാണ്. ഇപ്രാവശ്യം ഇല്ല, ഇറ്റ് ഹാസ് ടു ഹാപ്പൻ. എന്ന് വെച്ചാൽ നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകണം. അപ്പോൾ കോമ്പറ്റീഷൻ ഹാസ് ടു കണ്ടിന്യൂ. സോ ഐ എം വിഷിംഗ് ഓൾ ഗുഡ് ലക്ക്. വിൽ വെയിറ്റ് ആൻഡ് സീ. നമുക്ക് ഉള്ള മാർക്സ് വെച്ചിട്ട് ആരാണ് മുന്നോട്ട് പോകുന്നത് നോക്കാം. ഇപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ അതെല്ലാം കുറച്ച് അങ്ങനെ മാറ്റി വെച്ചിട്ട് ഫസ്റ്റ് മധു ആൻഡ് സാൻഡ്രയുടെ അവരുടെ പെർഫോമൻസ് കാണാം. അപ്പോൾ അങ്ങനെ ആദ്യമായി പെർഫോം ചെയ്യാൻ ഈ വേദിയിലെത്തുന്നു മധു ആൻഡ് സാൻഡ്ര ഫോർ ദ ക്രീച്ചർ റൗണ്ട്. മധു, സാൻഡ്ര, awesome costume. ഒരു സ്നേക്ക് ഡാൻസ് ഓഫ് കോഴ്സ്. ആൻഡ് യു ടു, നിങ്ങൾ രണ്ടുപേരും ഈ ഒരു തേർഡ് ലെവലിൽ ലാസ്റ്റ് കണ്ടസ്റ്റൻസ് ടു പെർഫോം അല്ലേ? അപ്പൊ തകർക്ക ഈ ഒരു സ്റ്റേജ് ഒരു മെമ്മറബിൾ സ്റ്റേജ് ആക്കാം. ഓക്കെ, ഗുഡ് ലക്ക്. താങ്ക് യു.
മധുസാൻഡ്ര, ഒരു എനർജി പാക്ക് പെർഫോമൻസ് തന്നെയായിരുന്നു. ആ ഒരു സ്നേക്ക് ഡാൻസിന്റെ ആ ഒരു വൈബ് ടോട്ടലി ഓഡിയൻസിന് കിട്ടിയിട്ടുണ്ട്. സോ കോൺഗ്രാറ്റ്സ്. ശാന്തി മാസ്റ്റർ. മധുസാൻഡ്ര, ക്രീച്ചർ റൗണ്ടിൽ നിങ്ങൾ സ്നേക്ക് ആണ് ആരുമേ സെലക്ട് ചെയ്യാതെ വിട്ടുപോയ ഒരു റെപ്റ്റൈലിൻ്റെ സോങ് ആണ് സെലക്ട് ചെയ്തിരുന്നത്. ഇറ്റ് വാസ് വെരി 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 നൈസ്. തുടക്കം തന്നെ നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ഈ റൗണ്ട് കൊടുത്തത് ഹൗ ആർ യു റിലേറ്റിംഗ് ഇറ്റ് ടു ആ ക്രീച്ചർ നിങ്ങളെ എങ്ങനെ ഡാൻസിലൂടെ റിലേറ്റ് ചെയ്യും എന്നാണ് ചാലഞ്ച്. ഇറ്റ് വാസ് വെരി നൈസ്. ആൻഡ് അതിനായിട്ട് വന്ന ബാക്ക് ഡ്രോപ്പും പിന്നെ പാട്ട് സെലക്ഷൻ മെയിനായിട്ട് നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്തത് സോങ് സെലക്ഷൻ, പിന്നെ ക്ലൈമാക്സ്, ഒരു സാഡ് എൻഡിങ്. ഒരുപാട് ക്രീച്ചർ റൗണ്ടിൽ ഇപ്പോൾ സാഡ് എൻഡിങ് വരാൻ തുടങ്ങിയിരിക്കുക. ഹാപ്പി എൻഡിങ് കൊടുക്കണമായിരുന്നു. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. പക്ഷെ നിങ്ങൾ ഇടയ്ക്ക് കാണിച്ചു ചില സ്റ്റെപ്സ് വളരെ സ്പെഷ്യലായിരുന്നു, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, എളുപ്പമല്ലാതെ. ഇറ്റ് വാസ് വെരി 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 ഡിഫിക്കൽട്ട് സ്റ്റെപ്സ് ഞങ്ങൾ ചെയ്തത്. സോ യു ഹാഡ് റിസ്കി ഫാക്ടർ, യു ഹാഡ് ചാലഞ്ച് ഇൻ ദിസ്, യു ഹാഡ് നല്ല സ്പീഡ് ഉണ്ടായിരുന്നു ഡാൻസിൽ. ഇറ്റ് വാസ് വെരി വെരി നൈസ്. വേറെ ഫ്ലേവറാണ് ശരിക്കും. ഇപ്പോൾ ഞങ്ങൾക്ക് വെറും ആ സ്നേക്കിൻ്റെ മൂവ്മെന്റ്സ് അല്ല, യു ഷോഡ് സ്നേക്സ് ലൈഫ്. ഇറ്റ് വാസ് വെരി നൈസ്. ഗോഡ് ബ്ലെസ് യു ഓൾ. നോ മോർ ഫർദർ റൗണ്ട്സ്. നമുക്കിനി ഒരു റൗണ്ടേ ഉള്ളൂ. ആ റൗണ്ടിൽ നമുക്ക് കാണാം. താങ്ക് യു മാസ്റ്റർ. ലല മജ്നു. മധുസാൻഡ്ര, നമ്മുടെ നാട്ടിൽ സർപ്പാരാധന മുതൽ നാഗങ്ങൾക്ക് ഒരുപാട് വൈവിധ്യതകൾ ഉള്ളൊരു നാടാണ്. പല വിശ്വാസങ്ങളുണ്ട്, അന്ധവിശ്വാസങ്ങളുണ്ട്, ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ ക്രീച്ചർ റൗണ്ടിൽ മറ്റ് കണ്ടസ്റ്റൻസ് എല്ലാം ഒരുപാട് വ്യത്യസ്തതകൾ തേടിപ്പോയപ്പോൾ നിങ്ങൾ സർപ്പം അല്ലെങ്കിൽ നാഗം, സ്നേക്ക് ഡാൻസ് എന്നുള്ളതിൽ കോൺസെൻട്രേറ്റ് ചെയ്തത് നിങ്ങൾക്ക് അതിലുള്ള കോൺഫിഡൻസ് കൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കോൺഫിഡൻസ് ഇന്ന് ത്രൂ ഔട്ട് ദ പെർഫോമൻസ് സ്റ്റേജിൽ കാണാൻ സാധിച്ചു. വളരെ എനർജറ്റിക് ആയിട്ട് തന്നെ രണ്ടുപേരും പെർഫോം ചെയ്തു. നേരത്തെയുള്ള പെർഫോമൻസുകളിലൊക്കെ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരു പെയറാണ് നിങ്ങൾ രണ്ടുപേരും. അതേപോലെ തന്നെ വളരെ എനർജറ്റിക്കായി, വളരെ ലൈവ്ലി ആയിട്ട്, ഒരുപാട് ഹെവി സ്റ്റെപ്സൊക്കെ ഉണ്ടായിരുന്നു. അത് ഓർത്തെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത്രയും സ്റ്റെപ്സൊക്കെ ഈ ഇത്രയും ചെറിയ സമയം കൊണ്ട് വളരെ മനോഹരമായിട്ട് തന്നെ രണ്ടുപേരും ചെയ്തു. ഓൾ വിഷസ്. താങ്ക് യു. റോമിയോ ജൂലിയറ്റ്. മധുസാൻഡ്ര, ഹായ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഈ കോസ്റ്റ്യൂമാണ് മധുവിൻ്റെ. എലഗൻറ്റ് ഡിസൈൻ കേട്ടോ. ഒരു നല്ല സ്റ്റാൻഡേർഡ് കോസ്റ്റ്യൂം. സാധാരണ ഒരു സ്നേക്ക് ഡാൻസിന് ഇങ്ങനെയുള്ള ഇത്രയും ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും
കൊറിയോഗ്രാഫി. എന്തായാലും ഒരു നല്ലൊരു ആള്, ഇന്റലിജന്റ് ആണ്, വളരെ നല്ലൊരു എസ്തെറ്റിക് സെൻസ് ഉള്ള ഒരാളാണ് നിങ്ങളുടെ കോസ്റ്റ്യൂം ഡിസൈനർ. അത് നിങ്ങൾ ഒരു പരിധി ഒരു 50% ഹെൽപ്പ് ചെയ്തു. പിന്നെ ക്രീച്ചർ റൗണ്ടിൽ എല്ലാവരും ടീമുമായിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്ക് യു ഹാവ് ദ കോൺഫിഡൻസ്, നിങ്ങൾ മാത്രം ചെയ്ത് അത് വിജയിപ്പിക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാവാം നിങ്ങൾ രണ്ടുപേര് ചെയ്തല്ലേ. പക്ഷെ അത് ഒരു പരിധി വരെ സക്സസ് ആയി. എന്തായാലും പെർഫോമൻസിലൊന്നും ഉടനീളം അതൊന്നും ബാധിച്ചില്ല. ആ ഒരു പഴയ നമ്മുടെ പൊട്ടാസ് ബോംബ് തന്നെയാണ് സ്നേക്ക് ആയിട്ട് വന്നത്. വിഷ് യു ഓൾ ദി ബെസ്റ്റ് മധു സാന്ദ്ര. താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് പെട്ടെന്ന് മാർക്സിലേക്ക് പോകാം. ശാന്തി മാസ്റ്റർ. I'll give you 9 on 10. 9 on 10. Romeo Juliet. 9 on 10. 9 on 10. Leila Majnu. 9.5 on 10. 9.5 on 10. 27.5 out of 30. Superb. ഈ ഒരു ലാസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നല്ല മാർക്സ് തന്നെയാണ് മേടിച്ചിട്ട് പോയത്. ഹാപ്പി എൻഡിങ് അല്ലേ? ദാറ്റ്സ് വാട്ട് ഇറ്റ് മാറ്റേഴ്സ്. താങ്ക് യു. ഗുഡ് ലക്ക്. താങ്ക് യു. അങ്ങനെ എലിമിനേഷൻ റൗണ്ട് ആണ്. 2 കണ്ടസ്റ്റൻസ്, അതായത് 2 ജോഡികളാണ് ഔട്ടാകാൻ പോകുന്നത്. ഉള്ളിലൊരു വിറണ്ട്, അതാണ് ഒരു സംഭവം അങ്ങോട്ട് റെഡി ആവാത്തത്. അത് എപ്പോഴും കമന്റ്സ് കേൾക്കുമ്പോഴും അതൊരു അഭിനയമല്ല മാം, സത്യം അഭിനയമല്ല. ഇവിടുന്ന് ഇങ്ങനെ ഒരു വിറ വരും അങ്ങോട്ട് പറയുമ്പോൾ എന്തൊക്കെയോ ആയി പോവാ, അതാണ് സംഭവം. ഒരു റിയാലിറ്റി ഷോ കണ്ടിന്യൂ ചെയ്ത് പോവും. പെട്ടെന്ന് ഔട്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും തീർന്നു, നമ്മുടെ ഒരു വാതിൽ അടയുമ്പം മറ്റൊരു വാതിൽ തുറക്കും. നിനക്കൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട്, നിനക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഗോഡ് ബ്ലെസ് യു. അങ്ങനെ എലിമിനേഷൻ റൗണ്ട് ആണ്. 3 ലെവൽസ് കഴിഞ്ഞു. ആദ്യത്തെ എലിമിനേഷൻ റൗണ്ട് ഇറ്റ് വാസ് എ സെക്കൻഡ് ചാൻസ് ഫോർ ഓൾ ദി കണ്ടസ്റ്റൻസ്. പക്ഷേ ഇപ്രാവശ്യം 2 കണ്ടസ്റ്റൻസ്, അതായത് 2 ജോഡികളാണ് ഔട്ടാകാൻ പോകുന്നത്. ബിഫോർ വി ഗോ ടു ദ റിസൾട്ട്സ്, ശാന്തി മാസ്റ്റർ ആൻഡ് ഓൾ ദി ജഡ്ജസ്, ഐ നോ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ് ആരാണ് ഇന്ന് കാത്തിരിക്കുന്നില്ല. ഐ നോ നോബഡി വാണ്ട്സ് ടു ഗോ, ബട്ട് ആ ഒരു സങ്കടമുണ്ടാവും, അറിയാം. ബട്ട് ദ ഷോ ഹാസ് ടു ഗോ ഓൺ. റിസൾട്ട്സ് പറയുന്ന മുമ്പ് ഐ വുഡ് ലൈക്ക് ഓൾ ദി കണ്ടസ്റ്റൻസ് ടു കം അപ്പ് ഓൺ ദ സ്റ്റേജ്. നമ്മുടെ ഈ എലിമിനേഷൻ റൗണ്ട് ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. ദ ട്രാഫിക് റൂൾ. 3 ലൈറ്റ്സ് ആണ് ഉള്ളത്. റെഡ്, ആംബർ ആൻഡ് ഗ്രീൻ. റെഡ് is you're out of the show. Amber, danger zone, and green, safe zone. So it's time to start the traffic game. Badal Sahitya. നിങ്ങളുടെ ഒരു ജേർണി ഒരു അപ്പ് ആൻഡ് ഡൗൺ ദ സ്കെയിൽ ആയിരുന്നു. ഹൗ വാസ് യുവർ തേർഡ് ലെവൽ കമ്പയർഡ് ടു ദി അതേഴ്സ്? കുഴപ്പമില്ലാതെ പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത മാർക്സ് ഉണ്ട്. അറിയില്ല എന്നെ എന്താണ്. See, അവിടെ തന്നെ you are having a little hesitation, Sahitya. Be confident in life. അറിഞ്ഞോടാ, നിങ്ങൾ ഒരു കമ്പാരിറ്റീവ്ലി എത്രയായിരിക്കും നിങ്ങൾ മാർക്ക് ഡിഫറൻഷിയേറ്റ് ആവുന്നത്? വി ആർ ജസ്റ്റ് വെയിറ്റിംഗ് ടു സീ ഏത് ലൈറ്റ് ആയിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി കത്താൻ പോകുന്നത്. യെസ്, ബാദൽ ആൻഡ് സാഹിത്യ. ലൈറ്റ്സ് പ്ലീസ്. സന്തോഷായില്ലേ? സന്തോഷം. അതിന്റെ മുഖത്തൊന്നും കാണുന്നില്ലല്ലോ സന്തോഷം. ഇവിടെ ഉള്ളു അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഗുഡ് ലക്ക്. യു ഹാവ് പാസ്ഡ് ഓൺ. ട്രാഫിക് സിഗ്നൽ എല്ലാം ക്ലിയർ ആയി. അടുത്ത ലെവലിലേക്ക് കാണാം. കോൺഗ്രാറ്റ്സ്. താങ്ക് യു. ഫിറോസ് ഷമീർ. ഓ, ഫിറോസ് ഇന്ന് ആംബർ കളേർഡ് ടീഷർട്ടിലാണ്. സ്റ്റൈലിഷ് ആണ് രണ്ടുപേരും. ഈ ഒരു ലെവലിലേക്ക് മാത്രം, അതായത് ഈ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട് അവർ കാത്തിരുന്ന മാതിരി ഭയങ്കര. ഞാൻ ഇതുവരെ അവർ രണ്ടുപേരും ഇങ്ങനെ ഡ്രസ് ചെയ്തിട്ട് കണ്ടിട്ടേ ഇല്ല. നോക്കാം, നിങ്ങൾക്ക് ഏതാ ലൈറ്റ് നോക്കാം നമുക്ക്. ഓക്കെ, ഫിറോസ് ഷമീർ, നിങ്ങളുടെ ഒരു ഫസ്റ്റ് അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് 2 ലെവൽസ് അത്രയ്ക്ക് പോരായിരുന്നു അല്ലേ?
പക്ഷെ തേർഡ് ലെവലായിരുന്നു. യു ഓൾ കെയിം ബാക്ക് വിത്ത് എ ഫുൾ ബാങ്. ഐ മീൻ എനിക്കറിയില്ല, പക്ഷെ എങ്ങനെയാണ് ഈ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മാറ്റാൻ കഴിഞ്ഞത്? കുറച്ചുകൂടി റിസ്ക് എടുക്കണമെന്ന് തോന്നി. ടൈറ്റായി വരില്ലേ കോമ്പറ്റീഷൻ, അപ്പം നമ്മൾ അനുസരിച്ച് ചെയ്യണമെന്ന് തോന്നി. കുറച്ചും കൂടി സീരിയസ്നെസ് കൂടി, അത്രേ ഉള്ളൂ അല്ല? ഇതിനു മുമ്പ് കുറച്ച് ലൈറ്റ്ലി എടുത്തു, പക്ഷേ തേർഡ് ലെവൽ വന്നപ്പം ഓൾമോസ്റ്റ് ഓൾ ദി പെർഫോമൻസ് ഇത് നമ്മുടെ ടീം വർക്ക് കുറെ ടീം വർക്ക് കേട്ടു. അപ്പോൾ താങ്ക്സ് ടു യുവർ ടീം വർക്ക്. അപ്പോൾ ഈ ടീം വർക്കിന്റെ റിസൾട്ട് നമുക്ക് നോക്കാം. ഷമീം, കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങളുടെ മുഖത്ത് ഒരു ടെൻഷനും ഇല്ലായിരുന്നു. ബിക്കോസ് ഇപ്രാവശ്യം ഇവർ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. ബിക്കോസ് അവർക്ക് അറിയാം അവരുടെ മാർക്സ് നല്ല മാർക്സ് ആയിരുന്നു അല്ലേ? കൺഗ്രാറ്റ്സ്. അടുത്ത റൗണ്ടിലും ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയ ഹാർഡ് വർക്ക് സീരിയസ്ലി എടുക്കണം. ഓക്കെ, താങ്ക് യു. അടുത്ത ജോഡിനെ വിളിക്കാം. ഹർഷാദ്, എവിത. ഹായ്. ടെൻഷൻ ഉണ്ടോ? കുറച്ച്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ജേർണി ഈ ലെവലിൽ കമ്പയർ ടു അതേഴ്സ്? നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സേ സംതിങ്. ഹർഷാദ് കഴിഞ്ഞ എലിമിനേഷന് നിന്നാണ് ഞാൻ ഓർക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ കോൺഫിഡൻസ് ലെവൽ കുറച്ച് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ മാസ്റ്റർ? ഇംപ്രൂവ് നല്ല മാർക്സ് ആയിരുന്നു അല്ലേ കിട്ടിയത്? ഓൾമോസ്റ്റ് എല്ലാത്തിലും ഒരു ആവറേജ് നല്ല മാർക്കായിരുന്നു. എവിത എപ്പോഴും ഒരു ഓപ്പൺ മൈൻഡഡ് അല്ല. ഞാനത് ആദ്യം മുതലേ എവിത ഞാൻ ഫോളോ ചെയ്യുന്നത്. എവിത ഈസ് ഓൾവേസ് ക്വയറ്റ്. ഇതുവരെ ഞാൻ എവിതയുടെ ശബ്ദം എങ്ങനെ പോലും ഞാൻ കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ടോ? എവിത സംസാരിച്ച് കേട്ടിട്ടുണ്ടോ? പക്ഷെ എനിക്ക് തോന്നുന്നു മാസ്റ്ററിന്റെ ഫ്രണ്ടിൽ മാത്രമേ എവിത ഇങ്ങനെ മിണ്ടായിരിക്കാറുള്ളൂ. അവരുടെ ഞാൻ അല്ലാതെ നടന്നു വന്നപ്പോൾ ഇവരുടെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ എവിത നല്ല സ്മാർട്ടായിട്ട് വർത്താനം പറയുന്നത് ഞാൻ കേട്ടതാ. അതുപോലെ തന്നെ ഇവര് ബാക്കിൽ നിൽക്കുമ്പോൾ ഡയലോഗൊക്കെ അടിക്കുന്ന ആളാണ് മാസ്റ്റർ. ഇല്ല, ഈവൻ ഡ്യൂറിങ് പെർഫോമൻസ് സമയത്തും കൂടി ഞാൻ പറയുന്നത്. എനിക്ക് അതർവൈസ് നിങ്ങളുടെ പേഴ്സണൽ ഇതിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞോടാ. പെർഫോമൻസ് സമയത്തും നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോഴും കൂടുതൽ ഞാൻ ഹർഷാദാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എവിത ഒന്നും മിണ്ടാറില്ല. അതേപോലെയാണ് ഡാൻസ് പെർഫോമൻസ് സമയത്ത് കൂടി ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും എവിതയ്ക്ക്. യു വിൽ നോട്ട് ഓപ്പൺ ഔട്ട്. ആ ക്വാളിറ്റി ഒന്ന് മാറ്റിയെടുത്താൽ നല്ലത്. ഇറ്റ്സ് മൈ പേഴ്സണൽ അഡ്വൈസ് ടു യു. ഹർഷാദ് ലാസ്റ്റ് ഡോൺ ആയിട്ടല്ലേ വന്നേ? ഇനി അഥവാ ഇന്നാവുകയാണെങ്കിൽ ആ ഡോൺ ആയിട്ട് തന്നെ അകത്തേക്ക് കയറണം കേട്ടോ. ഓക്കെ, അപ്പം കല പ്ലീസ്. ഡേഞ്ചർ സോൺ. ഓക്കെ, കുറച്ച് വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കണ്ടസ്റ്റന്റിനെ വിളിക്കാം. റിൻസൻ, സ്മിത. റിൻസ, സ്മിത. ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ക്വസ്റ്റ്യൻ. ജേർണി, ടെൽ മീ അബൌട്ട് ഇറ്റ്. ഔട്ടാവും. യോ, ഞാൻ റിസൾട്ട് അല്ല ചോദിച്ചത്, ജേർണിയാണ് ചോദിച്ചത്. പോരായിരുന്നു. അതിന് കാരണമുണ്ടോ? അതോ? കാരണം എനിക്ക് എക്സാം ഒക്കെ ഇപ്പൊ പ്രാക്ടീസ് അങ്ങനെ അധികം ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. മാർക്ക് തീരെ കുറവാണ് ചില റൗണ്ടിന്. ഓക്കെ, സ്മിത ഇസ് ലൈക്ക് ഫുൾ ഓൺ ഔട്ട് ആവും. പക്ഷെ നിങ്ങൾ സ്കോർ ചെയ്ത റൗണ്ട്സ് ഇല്ലേ? 2 റൗണ്ട് കുറഞ്ഞുപോയി. 2 റൗണ്ട് കുറഞ്ഞുപോയി. ഏതൊക്കെയായിരുന്നു ആ റൗണ്ട്സ്? കോമഡി റൗണ്ടിന് 23, കാലന്റെ പിന്നെ പ്രോപ്പർട്ടി റൗണ്ടിന് 19. ദുപ്പട്ട. സ്മിത എല്ലാം മനസ്സിൽ വെച്ചിട്ടുണ്ട്. ഇല്ല, ഐ ലൈക്ക് ടു ആക്സെപ്റ്റൻസ്. അവക്ക് തന്നെ സ്വയം ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. എനിക്ക് റിൻസനിൽ ചില ക്വാളിറ്റീസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ ഈ ലിസൺസ്, നമ്മൾ പറയുന്നതെല്ലാം പുള്ളി കേട്ട് പിന്നെ അടുത്ത റൗണ്ടിൽ അതെല്ലാം തിരുത്താൻ ശ്രമിക്കും. അങ്ങനെ ഒരാൾ. പിന്നെ പെർഫോമൻസ് സമയം അല്ലാത്ത സമയങ്ങളിൽ റിൻസനെ നോക്കിയാൽ ഈസ് വെരി ഫ്രണ്ട്ലി വിത്ത് എവറിബഡി. നല്ല ഒരു സ്പിരിറ്റ് ഉള്ള ഒരു പേഴ്സണാണ് റിൻസൻ.
സ്മിതാസ് ക്വയറ്റ് ഓൾവേസ്. പക്ഷേ ഷീസ് എൻ ആട്ടം ബോംബ് ഓൺലി വെൻ ഷി കംസ് ഓൺ സ്റ്റേജ് അല്ലേ. പെർഫോമൻസ് സമയത്ത് മാത്രമാണ് അവൾ ഭയങ്കരമായിട്ട്. ഞാൻ വേറെ ഇവർ തനിയെ കണ്ടപ്പോൾ ഷീസ് വെരി ക്വയറ്റ്. എന്തായാലും വിൽ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ നിങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് ഇപ്പം അറിയാമല്ലോ. ഓക്കെ, റിസൾട്ട് പ്ലീസ്. സ്മിത, എനിക്കറിയില്ല എന്താ പറയേണ്ടത്. ബിക്കോസ് സ്മിത വാസ് വെരി കോൺഫിഡൻറ്റ് ആൻഡ് ഞാൻ അത് സീരിയസ്ലി എടുത്തില്ലായിരുന്നു. ഇത് നമുക്ക് ലൈഫിൽ ഒരു ലെസൺ ആയിട്ട് എടുക്കാം. ഇത്രയും ദിവസം ഇത്രയും ലെവൽസ് ആയിട്ട് നമ്മുടെ കൂടെ നിങ്ങൾ ഉണ്ടായിരുന്നു. ഇനി കുഴപ്പമില്ല, നമ്മുടെ കൂടെ ഇവിടെ സ്റ്റേജ് പങ്കുവെച്ചില്ലെങ്കിലും കൂടി നമുക്ക് ഈ ടെലകാസ്റ്റ് ഒപ്പം പിന്നെ നല്ല സ്പെഷ്യൽ പെർഫോമൻസ് സമയം പിന്നെ എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വരാമല്ലോ ഇവിടേക്ക്. സോ വി വിൽ നോട്ട് ബി മിസ്സിങ് ഈച്ച് അതർ. ദിസ് ഇസ് ഗുഡ്. ഇത് ഒരു ലെസൺ ആയിട്ട് എടുത്തിട്ട് ഇനി കീപ് ഗോയിങ് ഇൻ യുവർ ലൈഫ്. വി എൻജോയ്ഡ്. ഞാൻ ശരിക്കും റിൻസിൻ്റെയും സ്മിതയുടെയും ഒരുപാട് പെർഫോമൻസസ് എൻജോയ് ചെയ്തു. ഐ തിങ്ക് ഐ വോണ്ട് മിസ് യു ഇൻ ഫ്യൂച്ചർ. വിൽ കീപ് ഇൻ ടച്ച്. താങ്ക് യു. ഡിസപ്പോയിൻറ്റഡ് ആവരുത്. ഒരു ഫയർ വേണം. ഇതൊരു ഒന്നിൻ്റെ അവസാനമല്ല. ഇതൊന്നും ഞാൻ ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇത് ചിലപ്പോൾ നമുക്ക് ഒരു റിയാലിറ്റി ഷോ കണ്ടിന്യൂ ചെയ്ത് പോകും. പെട്ടെന്ന് ഔട്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും തീർന്നു നമ്മുടെ ഒരു വാതിൽ അടയുമ്പം മറ്റൊരു വാതിൽ തുറക്കും. ഡെഫിനറ്റ്ലി എൻ്റെ ലൈഫിൽ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾക്കൊരു ബ്രൈറ്റ് ഫ്യൂച്ചറുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഗോഡ് ബ്ലെസ് യു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പ്രിൻസൻ സ്മിത, അധികം ഡീറ്റെയിലിംഗ് ഒന്നും വേണ്ട. നമ്മൾ കൊച്ചുകുട്ടികളെല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാം. ഷോ ആണ്, നിങ്ങൾ എലിമിനേറ്റഡ് ആയിരിക്കുന്നു. ബട്ട് നിങ്ങളുടെ ജേർണി ഇവിടെ തീരുന്നില്ല. രണ്ടുപേർക്കൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പുണ്ട് വീണ്ടും നമ്മൾ ഇനിയും ഷോസിലായാലും സ്റ്റേജസിലൊക്കെ ആയാലും കാണുന്നു. അപ്പോൾ അടുത്ത വേദിയിൽ കാണാമെന്ന് ഞാൻ പറയുന്നുള്ളൂ. സി യു സൂൺ. താങ്ക് യു. താങ്ക് യു ജഡ്ജസ്. റിൻസൻ ആൻഡ് സ്മിത നമ്മുടെ ഒരു ഫാമിലിയുടെ പാർട്ട് തന്നെയായിരുന്നു. അപ്പം അതിൻ്റെ ഒരു സങ്കടം എല്ലാവർക്കും ഉണ്ട്. ഓക്കെ ഗൈസ് ആൻഡ് ഗേൾസ് പ്ലീസ്. ഇനിയും അവർ നമ്മുടെ ഫാമിലിയുടെ ഒരു ഭാഗം തന്നെയാണ്. ആണ്, പക്ഷേ ഈ ഷോയിലില്ല. ഓക്കെ, അങ്ങനെ നമുക്ക് അടുത്ത കണ്ടസ്റ്റന്റിനെ വിളിക്കാം. മധു സാൻഡ്ര. മധു സാൻഡ്ര നമ്മുടെ ഈ ഫാമിലിയുടെ ഒരു കുട്ടി പൊട്ടാസ് ബോംബ് തന്നെയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മധു ഇവിടെ ഇല്ല. ഹിസ് ബീൻ ഹോസ്പിറ്റലൈസ്ഡ്. അപ്പോൾ കുറച്ച് ഫീവർ ആൻഡ് ഓൾ, കുറച്ച് വയ്യാതെയായി അത് കാരണം അല്ലേ. ഓക്കെ മധു സാൻഡ്ര, നിങ്ങളുടെ ജേർണി എങ്ങനെയുണ്ടായിരുന്നു? ഒരു റൗണ്ടിൽ മാർക്ക് കുറവായിരുന്നു. ഏത് റൗണ്ടായിരുന്നു? കോമഡി. ബാക്കി 4 റൗണ്ടിൽ കുഴപ്പമില്ലായിരുന്നു. എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല. ലൈറ്റ് കത്തുമ്പോൾ അറിയാം. ട്രാഫിക് സിഗ്നലിലെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. യെസ്, അപ്പോൾ ട്രാഫിക് ലൈറ്റ് വരട്ടെ. കൺഗ്രാറ്റുലേഷൻസ് സാൻഡ്ര. മധുനോടും പറഞ്ഞേക്കാം. ഓക്കെ, ഈസ് ദേർ ദ നെക്സ്റ്റ് ലെവൽ. സോ ഗെറ്റ് വെൽ സൂൺ. അടുത്തതായി വിളിക്കാം എമിൽ സുമേഷ്. Hi, Emil and Sumesh. We enjoyed a lot of performance of yours, and you gave a lot of best performance too. And hope, what do you say? ഒരു കാര്യം എല്ലാവർക്കും പറയണം. ഇവിടെ കണ്ടസ്റ്റൻസ് ചില ആൾക്കാർ പറയുമ്പോൾ എന്താ ഇവിടെ നിന്ന് പോകുമ്പോൾ ചില ആൾക്കാർ അവിടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും, എന്തുണ്ടാവും. ഇവിടെ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് എന്തുകൊണ്ടാവും, അത് പുറത്ത് പോയാലും അത് യൂസ് ആവില്ല. എക്സാമ്പിൾ, നിങ്ങൾ എടുക്കുന്ന മാർക്ക് തന്നെ നിങ്ങൾക്ക് ഉപയോഗമാകണത്. നിങ്ങൾ ചെയ്യുന്ന പെർഫോമൻസ് തന്നെ നിങ്ങൾ മാർക്ക് കൊടുത്തു. സോ അതിനെ നിങ്ങൾ ഏത് റിയാക്ട് ചെയ്താലും ഇല്ല, എന്ത് മീൻസ് സാഡ് ആയാലും ശരി, ആംഗ്രി ആയാലും ശരി, അതിനെ ഞങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. വാട്ട് യു പ്രസൻറ്റഡ് ഇൻ ഫ്രണ്ട് ഓഫ് അസ്
we gave our result. There is no hiding behind anything else. So ഇല്ല, ഇത് എല്ലാവർക്കും പറയാനുണ്ട്. ഇവിടത്തുള്ള 6 പുറത്ത് പോകുമ്പോൾ ഇല്ല എന്തെങ്കിലും അവർ വിചാരിച്ചിട്ട് ഞങ്ങൾ പുറത്ത് തന്നെ പോവും, ഓക്കെ നീ വിചാരിച്ചിട്ട് നനച്ചോ, കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ ബാധിപ്പ് ഈ ജഡ്ജസിനെ ഇല്ല ഈ അമൃത ടിവിനെ ബാധിക്കില്ല. ബിക്കോസ് സംടൈംസ് ഞാൻ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ എനിക്ക് ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ഇഷ്ടപ്പെടുന്നില്ല. Got it? So what marks you get, you're going to be in or you're going to be out. It's depend upon your marks. Attitude doesn't work. Attitude always to drop you down. So keep your head down. Ellarna parayunu keep your head down, because sometimes I don't feel that ningle romba casual ആയിട്ട് എടുക്കുന്നുണ്ട്. ആ casual ആയിട്ട് വേണ്ട, ഞങ്ങളെ ജോലി മാത്രം ചെയ്യുന്നുണ്ട്. You both danced really well. Hope you're in, and I hope that obviously what the result would be. Let's see. സമാധാനമായോ? എമില്ലായി. സുമേഷ്, നിനക്കല്ലായിരുന്നു ടെൻഷൻ? സമാധാനായി. അപ്പൊ അടുത്ത ലെവൽ ഇതൊക്കെ കളിച്ചത് ഓക്കെ ടൈപ്സ്. ഇനി വരാൻ പോകുന്ന ലെവൽസ് ആണ് നിങ്ങൾ കൂടുതൽ പ്രീവിയസ് റൗണ്ടിനെക്കാളും കൂടുതൽ ബെറ്റർ ആയിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, കോൺഫിഡന്റ്. ഗുഡ് ലക്ക്. അടുത്തതായി സുഹേദ് ആൻഡ് ജിഷ്ണുദാസ്. നിങ്ങളുടെ എല്ലാ റൗണ്ട്സ് യു ഗോട്ട് ഗുഡ് മാർക്സ്. ഓൺലി one round I think a creature round. Yeah. How many marks you got for it? 23. But not bad. Other rounds you scored. Hope your journey continues. All the best. Thank you, ma'am. നിങ്ങളുടെ ജേർണി അത്ര നല്ല ആയിരുന്നു, കാരണം നിങ്ങൾക്ക് കുറച്ച് കോൺഫിഡൻസ് ഉണ്ടോ? അത്ര കോൺഫിഡൻസ് ഉണ്ടോ? ബാക്കി എല്ലാവരുടെ മാർക്സും കാൽക്കുലേറ്റ് ചെയ്തിട്ടാണോ ഈ കോൺഫിഡൻസ് കാണിക്കുന്നത്? ഇല്ലല്ലോ. എത്ര ബോണസ് പോയിന്റ്സ് കിട്ടി? 3. ഓക്കെ, ലെറ്റ്സ് സീ. സന്തോഷായില്ലേ? തീർച്ചയായും. ഇനി അടുത്തത് എന്താ പ്ലാൻ? പ്രാക്ടീസ്. എന്ത് പ്രാക്ടീസ് മാത്രമേ ഉള്ളോ? അടുത്ത ലെവലില് പ്രാക്ടീസ് മാത്രമല്ല, ഐഡിയാസ് ഷുഡ് ബി മച്ച് ബെറ്റർ. ബിക്കോസ് നിങ്ങൾ രണ്ടുപേരും ആണ് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്, ഡിഫറെന്റ് എന്താ പറയാ ഐഡിയാസ് ആയിട്ട് കൂടുതൽ വരുന്നത്. അപ്പം അത് ഇനി ഇംപ്രൂവ് ആക്കാം. ഓക്കെ, താങ്ക് യു. അടുത്തതായി പഞ്ച്, പ്രജൻ ആൻഡ് അഞ്ജലി. പ്രജൻ, അഞ്ജലി, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ജേർണി? കഴിഞ്ഞ ലെവലിനേക്കാളും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. കമ്പാരിറ്റീവ്ലി അറിയില്ല. ഓക്കെ, അഞ്ജലി കുറെ ഇംപ്രൂവ് ചെയ്തു ഈ ഒരു തേർഡ് ലെവലിൽ. ബിക്കോസ് ആദ്യത്തെ കുറച്ച് ലെവൽസിൽ ഒരു ക്ലാസിക്കൽ ടച്ച് വരുന്നുണ്ടെന്ന് കംപ്ലയിൻസ് വന്നായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ആ ഒരു കംപ്ലയിൻറ്റ് വന്നില്ല. സോ ദാറ്റ് വാസ് എ ബിഗ് കോംപ്ലിമെന്റ് ഫോർ യു. പിന്നെ പ്രജൻ, പറയൂ. കുഴപ്പമില്ലായിരുന്നു. ആസ് എ കൊറിയോഗ്രാഫർ കം ഡാൻസർ കം ജഡ്ജ്. താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചേ? എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത 3 ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. ഒന്ന് കുക്കുൻ, പിന്നെ പ്രിൻസന്, പിന്നെ അർഷാദ്. ഇവരെ 3 കൂടാ ഞാൻ എപ്പോഴും കമ്പനി. ഞാനെന്തോ ആവണല്ല. ഓക്കെ, പ്രജന്റെ കുറച്ച് പ്രജൻ ഇറ്റ്സ് ഓക്കെ. കോമ്പറ്റീഷൻ ആണ്. പഞ്ചൊക്കെ എവിടെ പോയി? റിൻസൺ കോമ്പറ്റീഷൻ അല്ലേ പോയിട്ടുള്ളൂ, കൂടെ ഉണ്ടല്ലോ, ലൈഫിലില്ലേ ആള്? ഇതോടെ തീർന്നു എല്ലാ റിലേഷനും. പഞ്ചൊക്കെ ഉള്ള ആളൊരു പഞ്ച പാവാ. അയ്യടാ, പാവം പൗ അല്ലേ? പൗ നമുക്ക് ഈ ലെവലിൽ ഒരു പുതിയ ഫോം
അതിന്റെ ഒരു പേര് ഇതുവരെ നമ്മൾ കേട്ടിരാത്ത ഒരു പേര് പൗവോന്നൊക്കെ കാണിച്ച ആളാണ് പ്രജൻ. റിൻസൻ എവിടെയില്ല മോനെ, ഇവിടെ തന്നെ ഉണ്ട്. നിനക്ക് എപ്പോൾ വേണമെങ്കിൽ റിൻസനെ പോയി കാണാം. ഒരേ നാട്ടുകാരാണോ? ഇല്ല. അപ്പോൾ ഒരു ബസ്സിന്റെ ചെലവ്, ഒരു ബസ് യാത്രയുടെ ചെലവേ ഉള്ളൂ അല്ലേ? ഫ്രണ്ട്ഷിപ്പ് ഇപ്പം നമുക്ക് കയ്യിൽ മൊബൈലുള്ളപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും നഷ്ടപ്പെടില്ല നമുക്ക് അതല്ല. ഇപ്പോൾ അവർ ചോദിച്ചത് നിന്റെ യാത്ര, നിന്റെ ജേർണി എങ്ങനെയായിരുന്നു? ഇപ്പൊ ഈ ലെവലിൽ നമ്മൾ നിൽക്കുന്നു. സോ വാട്ട് ഡു യു ഫീൽ? ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാ തോന്നണേ. കഴിഞ്ഞ ലെവലിനേക്കാളും കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ ഉണ്ട്. കുഴപ്പമില്ല മാം. കുഴപ്പമില്ല അല്ലേ? അല്ല. ശരി, നോക്കാം കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോൾ കത്തുന്ന ലൈറ്റ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രജൻ, ലൈറ്റ്സ് പ്ലീസ്. ആൻഡ് അഞ്ജലി. പ്രജൻ, അഞ്ജലി ഡേഞ്ചർ സോൺ ആണ്. നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു, ബട്ട് കുറച്ചും കൂടി ഹാർഡ് വർക്ക് അതാണ് വേണ്ടത്. ബിക്കോസ് മറ്റെല്ലാം കണ്ടസ്റ്റൻസ് ബാക്കി 2 ലെവൽസിൽ ദേ ഹാവ് കവർഡ് അപ്പ്. ബിക്കോസ് അത്രത്തോളം അവർ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളും ആ റേസിൽ കുറച്ച് ഒരു സ്റ്റെപ്പ് കുറച്ച് പുറകിലാണ്. അപ്പോൾ അഖിൽ, ലക്ഷ്മി, രണ്ടുപേരുടെയും മുഖത്ത് നല്ല ടെൻഷനുണ്ടോ? റിയലി ഉണ്ടോ? ഇവാലുവേറ്റിംഗ് നിങ്ങളുടെ ഒരു പെർഫോമൻസ്, ഈ ഒരു യാത്രയിൽ പെർഫോമൻസ് നോക്കിയാൽ നല്ല മാർക്സ് ആണോ? 80s മാത്രം മാർക്ക് കുറഞ്ഞു. ആൻഡ് എത്ര ബോണസ് പോയിന്റ്സ് കിട്ടി? 2 ബോണസ് പോയിന്റ്സ്. അഖിൽ, ലക്ഷ്മി, ഒരുപാട് നല്ല നല്ല പെർഫോമൻസസ് നിങ്ങൾ കാഴ്ചവെച്ചു. ഈ ജോഡി വാസ് എ സസ്പെൻസ് ജോഡി. ഫസ്റ്റ് അധികം ഒന്നും ഭയങ്കര യു ഡി നോട്ട് കം ഇൻ ടു ദ ലൈം ലൈറ്റ്. ഇങ്ങനെ ഒരു സൈലന്റ് ആയിട്ട് ഇങ്ങനെ കയറി വന്ന ജോഡിയാണ് നിങ്ങൾ രണ്ടുപേരും. ബട്ട് ഐ സ്റ്റിൽ തിങ്ക് യു ആൾ ക്യാൻ ഡു മോർ വെൽ. ഓക്കെ, അപ്പോൾ നോക്കാം ഇനി നല്ല നല്ല പെർഫോമൻസസ് നിങ്ങൾ കാഴ്ചവെക്കുമോ അതോ? ലൈറ്റ്സ് പ്ലീസ്. ലക്ഷ്മി, എന്ത് പറ്റി? Lakshmi, പ്രതീക്ഷിച്ചില്ല. സംസാരിക്കും. You feel happy, no? What did you think before the light come? ഡേഞ്ചർ സോണിലാവുന്ന ഉറപ്പായിരുന്നു. இந்த டென்ஷன் வரக்கூடாதுன்னா நெக்ஸ்ட் வர இதுல you should concentrate more, put all your effort, take good marks. Okay? All the best. Congrats, Akhil, Lakshmi. ഇനി 4th ലെവലിൽ കാണാം. ഇനിയിപ്പം ബാക്കിയുള്ളത് 2 ജോഡികളാണ്. ഒരു ജോഡി ജാക്കി ആൻഡ് ശ്രീകാന്ത് പ്രീവിയസ് ലെവൽസിൽ കുറേ നല്ല നല്ല പെർഫോമൻസസ് ആണ് കാഴ്ചവെച്ചത്. ആൻഡ് ഓൺ മൈ അതർ ഹാൻഡ് വി ഹാവ് സുജിൻ ആൻഡ് റിയ. വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ വന്ന് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ക്യാച്ചപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഉള്ള റൗണ്ട്സ് അവർ ശരിക്കും ഞങ്ങളെല്ലാവരെയും സർപ്രൈസ് ചെയ്തു എന്ന് പറയാം വിത്ത് ദ ആക്ടിങ് സ്കിൽസ്. ആൻഡ് രണ്ടുപേരെയും ഇപ്പം കം അപ്പ് പ്ലീസ്. ജാക്കി, ശ്രീകാന്ത്, ഈ 3rd ലെവലിൽ വാട്ട് ഹാപ്പൻഡ്? ഇല്ല, ഒരു റൗണ്ട് മാർക്ക് കുറവായിരുന്നു. ഒരു റൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഈ പ്രശ്നം എത്ര ബോണസ് പോയിന്റ്സ് കിട്ടി? 2 ബോണസ് പോയിന്റ്സ്. ഓക്കെ, പക്ഷേ ഐ ഡോണ്ട് നോ വൈ, എന്തോ സംതിങ് ഹാപ്പൻഡ്. എല്ലാവർക്കും അറിയാം ഈ ലെവലിൽ കുറച്ച് ഡൗൺ ആയി. ബിക്കോസ് നമ്മളെല്ലാവരും ജാക്കി ആൻഡ് ശ്രീകാന്ത് ഒരു ലെവൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നോക്കാം. സുജൻ, റിയ, ഒരു ഗസ്റ്റ് പോലെ, ഒരു പെട്ടെന്ന് വന്ന ഒരു അതിഥി പോലെയാണ് നിങ്ങൾ രണ്ടുപേരും ഈ ഫാമിലിയിലോട്ട്, ലെറ്റ്സ് ഡാൻസ് സീസൺ 2 ഫാമിലിയിലോട്ട് വന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഇതുവരെയുള്ള ജേർണി? മാർക്സ് കുറവായിരുന്നു ആദ്യത്തെ 3 പെർഫോമൻസിൽ. പിന്നെ ബാക്കി 2 നല്ല മാർക്സ് കിട്ടി. ബാക്കി ജഡ്ജസ് തീരുമാനിക്കുള്ളൂ. സുജിൻ, ഈ ലെവലിൽ വന്ന് ജോയിൻ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഫീൽ എന്താണ്? ഇപ്പോൾ ഒരു 5 റൗണ്ട് കഴിഞ്ഞു. ഇപ്പോൾ ഈ ലെവലിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്.
കൂടെ കളിച്ച ഈ കണ്ടസ്റ്റൻസ് അവരുടെ പൾസിനോ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിനോ അല്ലെങ്കിൽ അവരെ കുറിച്ച് ഒരു കമ്പാരറ്റീവ്ലി എന്താണ് സുജന്റെ ഫീൽ? നല്ല ഡാൻസേഴ്സ് ആണ്. എന്താ നല്ല പവർഫുൾ ഡാൻസേഴ്സ് ആണ് എല്ലാവരും. അത് ഞാൻ വന്ന ഒരു 2 റൗണ്ട്സ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അവരെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോൾ ചിന്തിച്ചത് ഞാൻ ചെയ്ത കൊറിയോഗ്രാഫി കുറച്ച് കുറഞ്ഞു പോയോ എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. മൂന്നാമത്തെ റൗണ്ട് അങ്ങനെ വന്നപ്പോൾ തന്നെയാണ് ഞാൻ ചെയ്ത കോമഡി റൗണ്ട്. ആക്ച്വലി ഞാൻ വേറൊരു ഇതാ ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ രണ്ടാമത് ഞാൻ ചേഞ്ച് ചെയ്തതാണ്. ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളത് ഒരു കണ്ടന്റ് ആയിരുന്നു അത്. അപ്പം ഞാൻ റിപ്പീറ്റ് ആവണ്ട എന്ന് കരുതിയിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. സോ കോമ്പറ്റീഷൻ ടൈറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ മുമ്പ് ചെയ്തതാണെങ്കിലും കുഴപ്പമില്ല എന്ന രീതിയിൽ ഞാൻ കൊണ്ടുവരുമായിരുന്നു. നല്ല പെർഫോമൻസസ് കാഴ്ചവെച്ചപ്പോൾ നല്ല മാർക്ക് കിട്ടിയോ ഇല്ലയോ? So that's all. That is there. You do good, you get good marks. Jackie and Shrikant's marks, please. Light. Jackie, Shrikant, congrats. നിങ്ങൾക്കൊരു താങ്ക് യു. I can say നിങ്ങൾക്കൊരു ചാൻസ് കിട്ടിയെന്ന് പറയാം. ബിക്കോസ് അടുത്ത ലെവലിൽ you guys are one of the strong competitors with them. അപ്പോൾ അവരും വെരി സ്ട്രോങ് ആവുകയാണ്, നിങ്ങളും. സുജൻ റിയയുടെ ഈ ഒരു ജേർണി എന്താണെന്ന് നമുക്കറിയാം. ലൈറ്റ്സ് പ്ലീസ്. ഡേഞ്ചർ സോൺ. അങ്ങനെ 3 ജോഡികളാണ് ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത്. ബിഫോർ ഐ അനൗൺസ് ദ റിസൾട്ട്, ജഡ്ജസ് എല്ലാവരും പ്ലീസ് കം അപ്പ് ഓൺ സ്റ്റേജ്. എനിക്ക് എലിമിനേഷൻ അത്ര ഇഷ്ടമല്ല മാം, ബട്ട് എനിക്ക് ഈ പേര് പറയാനും ഇഷ്ടമല്ല. യു ലൈക്ക് ടു സേ സംതിങ്? ഇല്ല, നമുക്കറിയാം ഇപ്പോൾ 3 ജോഡികളാണ് ഇപ്പോൾ ഈ ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത്. ഇപ്പം ഇതിൽ നിന്ന് ഒരു ജോഡി ഔട്ട് ആവണം. ബാക്കി 2 പേർക്ക് ഒരു അനദർ ചാൻസ്, അടുത്ത ലെവലിലേക്ക് പോകാനുള്ള ഒരു ചാൻസും കൂടി ഉണ്ട്. അപ്പോൾ ആരാണ് ഇതിൽ നിന്ന് ഔട്ട് ആവുന്നത്? ഔട്ട് ആവുന്ന ജോഡി സുജൻ ലാൽ ആൻഡ് റിയ. സുജൻ ആൻഡ് റിയ, നിങ്ങൾ രണ്ടുപേരും ഒരു ഷോർട്ട് വിസിറ്റ് നിങ്ങൾ ലെസ് ദാൻ സീസൺ 2 വന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് അങ്ങനെ പറയാനായിട്ടൊന്നുമില്ല. എനിക്ക് കിട്ടിയത് ഒരു 7 days അതിൽ 5 days പ്രാക്ടീസ് ചെയ്തു. അതിൽ ഇത്രയൊക്കെ വരും. Sujan Lal and Riya, thank you so much for being in our show. That's all we can see, and right now, best wishes for your future. Thank you. Thank you. Rajan, Anjali and Harshad, Evita. എങ്ങനെയാ ഇപ്പം പരിപാടികൾ? ഓൾമോസ്റ്റ് ഒരു ഡേഞ്ചർ സോൺ, ഒരു ഔട്ട് ആവുന്ന ഒരു സിറ്റുവേഷൻ വരെ വന്നു. ഇനി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമോ അടുത്ത ലെവലില്? പ്രജൻ? അല്ല, ഒരു ഉറപ്പായിട്ട് പറയാൻ വയ്യ. കോമ്പറ്റീഷൻ ടഫാണ്. ഇപ്പോൾ അടുത്ത ലെവലിലേക്ക് നീ പോകാനുള്ള ഇപ്പോൾ ധൈര്യം, ആ ഒരു സ്റ്റൈലിൽ എനിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. പറഞ്ഞോ, ഓക്കെ, ഇത്രയല്ലേ ഉള്ളൂ എന്നുള്ള ഒരു ഇതുണ്ട്. ഇപ്പോൾ ഉള്ളിലൊരു വിറണ്ട്, അതാണ് ഒരു സംഭവം അങ്ങോട്ട് റെഡിയാവാത്തത്. അത് എപ്പോഴും കമന്റ്സ് കേൾക്കുമ്പോഴും അതൊരു അഭിനയമല്ല മാം. സത്യം അഭിനയമല്ല. ഇവിടുന്ന് ഇങ്ങനെ ഒരു വിറ വരും അങ്ങോട്ട് പറയുമ്പോൾ എന്തൊക്കെയോ ആയി പോവാ. അതാണ് സംഭവം. Okay, Prajan, Anjali, Harshad, Evita, you guys are in for the next level. പക്ഷേ ഇനി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ലെവലിൽ കാണാം. Meet you next day. Till then, this is me, Sija, and the whole team of
Let's Dance Season 2 saying a good night and bye-bye. നെഞ്ചും കഞ്ചവാണ വേജും സ്വർഗറാണിയും നീ സ്വപ്ന കന്യയും ഇന്ദ്രജാലമാരും ക്ലിയോപാട്രയും നീ ഡിസ്റ്റിമോണിയം. കുറച്ച് പൊടിക്ക് ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. രണ്ടുപേരും ഒരേ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരു പൊടിക്ക് ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. എന്നാലും പോലും രണ്ടുപേരുടെ രീതിയിൽ എൻജോയ് ഒരു അത് ശരിക്കും ഇഫ് യു എൻജോയ് ആൻഡ് ഡാൻസ് യു കെൻ സീ ദ റിസൾട്ട് ഓൺ ദ പെർഫോമൻസ്. मेरी बातों में तेरा जिक्र सदा, मेरी याद में तेरी फिक्र सदा, मैं जो भी हूँ तुम ही तो हो, मुझे तुमसे मिली अपनी अदा. വെരി ബ്യൂട്ടിഫുൾ പ്ലീസിങ് പെർഫോമൻസ് ആയിരുന്നു അത്. വെരി വെരി ബ്യൂട്ടിഫുൾ. Thank you, ma'am. धुंधला जाए जो मंजिले एक पल को तू नजर झुका, झुक जाए सर जहां वहीं मिलता है रब का रास्ता. तेरी किस्मत तू बदल दे, रख हिम्मत बस चल दे, तेरे साथी मेरे कदमों के हैं निशान. ലിറ്റിൽ മൂവ്മെന്റ്സ് എന്തായാലോ ലക്ഷ്മി കാണാൻ പറ്റില്ല, സോ അതിനാல മിസ്റ്റേക്ക് ആയി. ബട്ട് ലക്ഷ്മി കണ്ണ് കെട്ടിയിട്ട് ഡാൻസ് ചെയ്യണമെങ്കിൽ ഫുൾ മൂവ്മെന്റ്സ് മെമ്മറിയിൽ ഉണ്ടാവും. അത് ലക്ഷ്മിയുടെ ഉണ്ടായി. പക്ഷെ അഖിൽ നോക്കുമ്പോൾ അഖിലിന്റെ ഫുൾ ടെൻഷൻ ഹൗ ടു ക്യാരി ലക്ഷ്മി.